عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിച്ച ജുമുഅ നിസ്കാരം പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദിക്റുല്ലാഹിയുടെ പ്രാധാന്യമാണ് ഖുതുബയിൽ വിശദമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ എപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ ദിക്റിലായി ജീവിച്ച് മരിച്ച് അവസാനം അള്ളാഹുവിൻ്റെ ലിഖാഹ് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, ശൈഖുനയുടെ ദുആ ഉണ്ടാകും. അതേസമയം ശൈഖുന പറഞ്ഞതുകൊണ്ട് അത് തിരസ്കരിക്കാനൊട്ട് നിർവാഹവുമില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ പരിമിതപ്പെടുത്തുകയാണ്. പരിശുദ്ധ ശഅബാൻ മാസം, ആ ശഅബാൻ മാസത്തെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണിന്ന്. പരിശുദ്ധ റമദാനുമായി നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലുള്ള പുണ്യങ്ങളും നേടാനുള്ള അസുലഭ മുഹൂർത്തങ്ങളാണ് ഓരോ രാവുകളും ഓരോ പകലുകളും. ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് അറിയാത്തവരായി ഇവിടെ ആരും ഉണ്ടാവുകയില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ആ ലൈലത്തുൽ മുബാറക എന്ന പ്രയോഗം ഈ ശഅബാൻ 15-ൻ്റെ രാവിനെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്ത് രാവിൻ്റെ പുണ്യങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ വിവിധങ്ങളായ ഹദീസുകളിൽ വന്നിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ, അന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ അവരുടെ കൂടെ രാത്രി കഴിയേണ്ട രാത്രിയായിരുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അവരോടൊക്കെ കൃത്യമായി നീതി പാലിക്കുമ്പോൾ മാത്രമേ ആ ബഹുഭാര്യത്വം എന്നത് അനുവദിക്കപ്പെടുന്നെന്നുള്ളൂ. ആ രീതിയിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായാൽ പഴയ ഭാര്യയേക്കാൾ ഒരുപക്ഷെ സൗന്ദര്യം കൊണ്ടും ആകർഷണം കൊണ്ടുമൊക്കെ പുതിയ ഭാര്യയാണ് മനസ്സിലൊരു പക്ഷേ ഇഷ്ടം കൂടുതലുണ്ടാകൽ. എന്നാൽ പോലും ലാഹിറായ പ്രത്യക്ഷത്തിലുള്ള എല്ലാ പെരുമാറ്റങ്ങളിലും തുല്യത പാലിക്കണം. അല്ല എങ്കിൽ നമ്മൾ അനീതി ചെയ്തവരാകും എന്ന് ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹായുടെ കൂടെ താമസിക്കുന്ന ഒരു രാത്രി ഉറക്കം പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. ഉണരാനുള്ള കാരണം ഒരു പക്ഷേ തൻ്റെ കൂടെ കിടന്നിരുന്ന ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റപ്പോൾ ആ ശരീരഭാഗമോ മറ്റോ ടച്ചായതുകൊണ്ട് ഉണർന്നതായിരിക്കാം.
ഏതായാലും തൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് പോവുകയാണല്ലോ എന്ന് കണ്ടപ്പോൾ ആയിഷ ബീവി ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്ങോട്ടാ പോകുന്നത്? പല സാധ്യതകളും ഉള്ളതാണ്. ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവാകുമ്പോൾ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രത്യേകിച്ചും ആ ഒരു ഉദ്ദേശത്തിലാണോ എന്ന് അറിയില്ല, ഭർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭർത്താവിനെ ശ്രദ്ധിച്ചു. ഭർത്താവ് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറക്കുന്നു, പുറത്തിറങ്ങുന്നു. ഒരല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മെല്ലെ വാതിൽ തുറന്ന് തൻ്റെ ഭർത്താവ് എങ്ങോട്ടാ പോകുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ്. നമുക്കറിയാം, അധികം ദൂരമല്ലാതെ ഒരു 100 മീറ്ററിൽ താഴെ മാത്രമാണ് ജന്നത്തുൽ ബഖീഅ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ വീടിൻ്റെ ഒരു 100 മീറ്റർ മാത്രം അകലമുള്ള ആ ജന്നത്തുൽ ബഖീയിലേക്കാണ് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് ഭാര്യമാരുടെ അടുത്തേക്കൊന്നും അല്ല പോകുന്നത്, ജന്നത്തുൽ ബഖീയിലേക്കാണ് പോയത് എന്ന് ഉറപ്പാക്കിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു വന്ന് വീണ്ടും കടന്നു. വളരെ സുദീർഘമായ സമയം കഴിഞ്ഞതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടപ്പറയിലേക്ക് വന്നത്. അങ്ങെങ്ങോട്ട് പോയതായിരുന്നു എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ മറുപടിയായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്കറിയില്ലേ ആയിഷ, ഇന്ന് ശഅബാൻ 15-ാം രാവാണ്. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അറബ് ട്രൈബൽ സിസ്റ്റത്തിൽ, ഗോത്ര സിസ്റ്റം നിലനിന്നിരുന്ന അറബികളിൽ അന്നത്തെ ഏറ്റവും വലിയ ജീവിത മാർഗം ആട് വളർത്തലായിരുന്നു. നമ്മൾ ഇന്ന് നമുക്കറിയാം, അഡാനി അംബാനി എന്നൊക്കെ കേൾക്കുന്നവർ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വരെ അവരുടെ കീഴിലാണോ മുന്നോട്ട് പോകുന്നത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വൻ ഭീമന്മാരാണ് എങ്കിൽ അന്ന് അറബ് സമൂഹത്തിൽ ഈ മേഖലയിൽ വലിയ ഭീമന്മാരുണ്ടായിരുന്നു. ബനു കെൽബ് ഗോത്രം എന്ന് പറയുന്ന ഗോത്രക്കാരാണ് അന്ന് ഏറ്റവും കൂടുതൽ ആട് വളർത്തിയിരുന്ന വിഭാഗം. അന്ന് അറബികൾക്കൊക്കെ അവർക്കിടയിൽ പ്രസിദ്ധമാണ്, അറേബ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഒരു ഗോത്രം ബനു കെൽബ് ഗോത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, ബനു കെൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ ദേഹത്ത് എത്രമാത്രം രോമങ്ങളുണ്ടോ, മുടികളുണ്ടോ, ആ മുടികളുടെ എണ്ണത്തെക്കാളും കൂടുതൽ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദോഷം പൊറുത്തു കൊടുക്കുന്ന ഒരു രാവാണിത്. എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച, അതിനുവേണ്ടി ഊണും ഉറക്കും ഒഴിവാക്കിയ, രക്തം വേണോ രക്തം നൽകാൻ, ജീവൻ വേണോ ജീവൻ നൽകാൻ തയ്യാറായ എൻ്റെ പാവപ്പെട്ട കൂട്ടുകാരെ ഓർമ്മ വന്നപ്പോൾ എനിക്ക് നിൻ്റെ കൂടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടിയാണ് ഞാൻ ജന്നത്തുൽ ബഖീയിൽ പോയത്. നീ മറ്റെന്തെങ്കിലും സംശയിച്ചോ എന്നൊരു തിരിച്ചുള്ള ചോദ്യവും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഹദീസിൽ മറ്റൊരിടത്ത് കാണാം, ഇദാ ജാഅ നിസ്ഫു ശഅബാന ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ഇങ്ങനെയുള്ള ഹദീസുകളുടെയും മറ്റുമൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുക്കളുമാണ്. അവർ നമുക്കറിയാം, ബറാത്തിന് നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ തലേന്ന് ഇശാ മഗ്രിബിനിടയിൽ 3 യാസീൻ ഓതൽ സുന്നത്താണ്. ഓരോ യാസീൻ ഓതുമ്പോഴും നമുക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകണം, ഇൽമിലും ഇബാദത്തിലുമായി ദീർഘായുസ് നൽകണേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്നാമത്തെ യാസീനെങ്കിൽ ഹലാലായ റിസ്ക് വിശാലമാക്കി തരണേ എന്ന ലക്ഷ്യത്തോടെ രണ്ടാമത്തെ യാസീൻ,
ഈമാൻ സലാമത്തായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം ലഭിക്കണേ എന്ന നെയ്യത്തോടുകൂടി മൂന്നാമത്തെ യാസീൻ ഇങ്ങനെയൊക്കെ ഓതണമെന്നും സൂറത്തു ദുഖാൻ പാരായണം ചെയ്യണമെന്നും യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക നസ്തഗീസ് എന്ന ദിക്ർ ചുരുങ്ങിയത് 100 വട്ടം തന്നെയെങ്കിലും ചൊല്ലണമെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹാന്മാരുടെ പാതയിൽ ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ സുന്നത്തിയമായത്തിൻ്റെ ആളുകളാകൽ. അങ്ങനെ ആകുമ്പോഴാണല്ലോ ശൈഖുനായുടെ വഴി നമ്മൾ പിന്തുടരുന്നവരാകൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ വഴി പിന്തുടർന്ന് ഇത്തരം സുവർണാവസരങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഫലപ്പെടുത്തുന്ന ഉപയോഗപ്പെടുത്തുന്ന മോമിനീങ്ങളിൽ നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശൈഖുനാക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ.